ഹായ് ഫ്രണ്ട്സ്, വിക്രമിന്റെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പുതിയ അതിഥി നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെയും വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ മാഷിൻ്റെ അമ്മയാണ്, അച്ചമ്മയാണ് കേട്ടോ. അച്ചമ്മ എന്ന് വിളിക്കുന്ന മാഷിൻ്റെ അമ്മയാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നല്ല റോക്കിംഗ് സ്റ്റാറാണ് നമ്മുടെ അച്ചമ്മ. നല്ല ഫേസ്ബുക്കും യൂട്യൂബറും ഒക്കെയാണ് കേട്ടോ നമ്മുടെ അച്ചമ്മ. അങ്ങനെ അച്ചമ്മ വരുന്നതോടുകൂടി വേദയുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. നമ്മുടെ വേദയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് വേദയെ ഒരുപാട് സ്നേഹിക്കുന്ന രീതിയിലാണ് നമ്മുടെ അച്ചമ്മ മുന്നോട്ട് വരുന്നത്. അങ്ങനെ അച്ചമ്മ തന്നെ ആദ്യം തന്നെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഓട്ടോ വിളിച്ചാണ് കേട്ടോ വരുന്നത്. വീട്ടിൽ ആരോടും പറയാതെ സർപ്രൈസ് ആയിട്ടാണ് എത്തുന്നത്. അങ്ങനെ ഓട്ടോ വന്ന് വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ കൂടുതൽ പൈസ ചോദിച്ചെന്നും പറഞ്ഞിട്ട് ഓട്ടോക്കാരനോട് നല്ല വഴക്കൊക്കെ ഉണ്ടാക്കി. ഇത് കേട്ട് ഓട്ടോക്കാരൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കൈ കൂപ്പി കാണിച്ചിട്ടൊക്കെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് മാഷ് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ എന്താ ഒന്നും പറയാതെ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുമ്പോഴത്തേന് അതെന്താടാ, എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ പറഞ്ഞിട്ട് വരണോ? അല്ലമ്മേ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ച് കൊണ്ടുവരുമായിരുന്നല്ലോ എന്നിങ്ങനെ മാഷ് പറയുമ്പോഴേക്കും, അതെ, നീ അന്ന് പണ്ട് എന്നെ സൈക്കിൾ കൊണ്ടുവന്ന് ഓടയിലേക്ക് മറിച്ചിട്ടതൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല, പിന്നെയല്ലേ ഓട്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അച്ചമ്മ കയറി വീഴുമ്പോഴേ വിനായകനാണ് നിൽക്കുന്നത്. അപ്പോൾ വിനയനോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ ചോദിക്കുകയാണ്, എവിടെയാണ് നിന്റെ രണ്ടാമത്തവനെന്ന് ചോദിക്കുമ്പോഴേക്കും വിനയൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, എപ്പോഴും മൂക്കൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ് നീ, പണ്ടത്തെ പോലെ ഇപ്പോഴും ബെഡിൽ തന്നെയാണോ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിനയൻ ഇങ്ങനെ നന്ദിനിയുടെ പുറകിലേക്ക് ഇങ്ങനെ പമ്മി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ നിന്റെ കെട്ടിയോളുടെ സാരിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നത് എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ റോക്കിംഗ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താടി സിത്താര എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ, എൻ്റെ പേര് സിത്താര എന്നല്ല, നന്ദിനി എന്നിങ്ങനെ നന്ദിനി പറയുമ്പോഴേക്കും, എന്താണെങ്കിൽ എന്നാ നിനക്ക് ഇപ്പോൾ എന്താടി തടിച്ചു കൊഴുത്ത് ഇങ്ങനെ നിൽക്കുന്നേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ മേലനങ്ങി നീ ഒന്നും ചെയ്യുന്നില്ലേ, കള്ളത്തരം കാട്ടി തിന്നും കുടിച്ചും കിടന്നുറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ കുട്ടികളുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നിന്നെ ഓടിപ്പാഞ്ഞ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇങ്ങനെ അച്ചമ്മ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിനയം പറയുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനിയാണെങ്കിൽ വിനയനിട്ട് ഇങ്ങനെ ഒരു തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ചമ്മയെന്നിങ്ങനെ വിനയൻ പതുക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പമ്മി നിൽക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, 3 ഇങ്ങനെ വായും പൊളിച്ചിട്ട് ഇങ്ങനെ നോക്കി തന്നെ പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അകത്തേക്കൊക്കെ എടുത്തു വെക്ക്, വന്ന് എടുക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിനയനും വിശ്വനും കൂടി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ അച്ചമ്മയാണെങ്കിൽ മാഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സാധനം എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ചമ്മ അവിടെ നിന്ന് പോയിട്ട് കസേരയിൽ ഇരിക്കുന്ന സമയത്ത് കമല അങ്ങോട്ടേക്ക് പോയിട്ട് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയെ ചായ എന്ന് പറയുമ്പോഴേക്കും കമലയെ അടിപൊളിയൊന്ന് നോക്കിയിട്ട്, എന്താടി പമ്മി നിൽക്കുന്നത്, ഇപ്പോഴെങ്കിലും നീ ഉപ്പും പുളിയൊക്കെ ഇട്ട് ശരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, അതോ ഇപ്പോഴും കൊള്ളാത്ത രീതിയിലാണോ, വായിൽ വെക്കാൻ കൊള്ളാത്ത രീതിയിലാണോ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കമലാമ്മയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാമ്മേ, മാഷിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ ശ്രീജയുടെ കയ്യിലേക്ക് ചായ ഗ്ലാസ് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും വാ, നമുക്കൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സെൽഫി എടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ പമ്മി നിൽക്കുകയാണേ. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മുഖം പിടിച്ചിരിക്കുന്നത് കണ്ടാലേ ഒരു ലൈക്കും കിട്ടില്ല, നീയൊക്കെ ഒന്ന് ചിരിച്ചു നിൽക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സെൽഫി എടുക്കുന്ന സമയത്താണ് കേട്ടോ അവിടെ വേദ നിൽക്കുന്നത് കാണുന്നത്. അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് വിക്രമിന്റെ വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും അറിയില്ലല്ലോ. അപ്പോഴേക്കും ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ. പക്ഷെ ആരും അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അതിനിടയ്ക്ക് മാഷു പറയുന്നുണ്ട്, എന്തായാലും വിക്രം ചെയ്ത പണിയൊന്നും തൽക്കാലം അമ്മ അറിയണ്ട എന്നുള്ള കാര്യം ഇങ്ങനെ പതുക്കെ കമലയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്നും കിളവി അറിയണ്ട എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അപ്പോഴേക്കാണ് നമ്മുടെ വിക്രം അവിടേക്ക് ഇറങ്ങി വരുന്നത്. വിക്രത്തെ മാത്രം അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ചെന്നിട്ട് ഭയങ്കര പുന്നായിരിക്കുന്ന രീതിയിലേക്ക് എൻ്റെ പേരക്കുട്ടി സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ വിക്രമിനെ കൊഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടിയിട്ടേ ഞാൻ നാട്ടിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നതെന്ന് നീ ഒന്ന് നോക്കെന്നൊക്കെ ഇങ്ങനെ വിക്രമിനോട് പറയാണ് കേട്ടോ. അങ്ങനെ വിക്രമിന് ചെറുപ്പത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടിട്ട് ഇങ്ങനെ 1 2 3 കറക്കൊക്കെ കറക്കിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. എടാ നീ എന്താടാ മെലിഞ്ഞു പോയെന്നുള്ള കാര്യം ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മേ ഞാൻ 7 കിലോ കൂടി, അതെങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോൾ നോക്കുന്നേ. ആ സമയത്താണോ അച്ഛമ്മ എൻ്റെ അടുത്ത് മെലിഞ്ഞു പോയെന്ന് പറയുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ വിക്രം. അച്ഛമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെയെന്നുള്ള കാര്യം ഇങ്ങനെ വീണ്ടും വിക്രം ചോദിക്കുന്ന സമയത്ത് ബാഗിലേക്ക് നോക്കുന്ന സമയത്താണ് വീണ്ടും അച്ഛമ്മ വേദയെ കാണുന്നത് കേട്ടോ. ഇതാരാണെന്നുള്ള കാര്യം നിന്റെ അടുത്തൊക്കെ കുറേ നേരമായില്ലേ ഞാൻ ചോദിക്കുന്നു. അല്ലേടാ നീ ഒന്നും ആരും എന്നെ ഒരക്ഷരം മിണ്ടാത്ത എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിനയം പറയുന്നുണ്ട്, അത് നമ്മുടെ വിക്രം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവൻ്റെ ഭാര്യയാണമ്മേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും കണ്ണടയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് അച്ഛമ്മ വന്നിരിക്കുന്നത്. കണ്ണടയൊക്കെ താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ അടിമുടി ഇങ്ങനെ വേദയെ നോക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്താ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിനയം പറയുന്നുണ്ട്, അതൊരു 10-15 ദിവസമേ ആയിട്ടുള്ളൂ. എങ്ങനെയാ ലവ് മാരേജ് ആണോ എന്നിങ്ങനെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏയ് അല്ലല്ല, അമ്പലത്തിൽ വെച്ച് താലി കെട്ടി കൊണ്ടുവന്നതാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടി വിനയന്റെ അടുത്തേക്ക് പോയിട്ട് ഡോ എന്നൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്തിനാ മറയ്ക്കുന്നത് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും ആദ്യം വലിയ ഗൗരവത്തിലൊക്കെ അച്ഛമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ രാജകുമാര, എനിക്കറിയാം ഈ കുടുംബത്തിലെ 3 പേരിൽ നീയാണ് ഏറ്റവും നല്ലത്. നീ എൻ്റെ സിംഹക്കുട്ടിയാണ്. എൻ്റെ വീട്ടിലും ഇങ്ങനെ ലവ് മാരേജ് നടക്കുമെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. ഒരു പെണ്ണിനെ ആഗ്രഹിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലാത്ത 2 എണ്ണങ്ങളല്ലായിരുന്നോ നിങ്ങൾ 2 പേരും എന്ന് പറഞ്ഞിട്ട് വിഷ്ണുനെയും വിനയനെയും നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദി അരികിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. പേരെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും വേദ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ അച്ഛമ്മയാണ് ഞാൻ, നീയും എന്നെ അച്ഛമ്മ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് അയ്യോ, പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എൻ്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു മാല എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദിയുടെ അടുത്ത് വിക്രത്തിൻ്റെ അരികിലേക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് 2 പേരുടെയും കൂടെ അടുത്ത് അച്ഛമ്മയുടെ കാലിൽ വീണ് ആശീർവാദം മേടിക്കാൻ വേണ്ടി പറയുകയാണ്. വിക്രം ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നത് കേട്ടില്ലേ, വാടാ ഇങ്ങനെ വീഴെന്ന് പറഞ്ഞ് 2 പേരും കൂടി ആശീർവദിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 2 പേർക്കും നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 പേരും നന്നായിട്ട് ഇരിക്കുന്നിങ്ങനെ അനുഗ്രഹിച്ചിട്ടൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാഷ് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മ വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ആശീർവാദം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാതെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയുടെ അടുത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, എൻ്റെ ബാഗിൽ നിന്നേ ആ സാരിയും ദേ എടുത്തോണ്ട് അങ്ങോട്ട് താടി, ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോഴേക്കും നൈസായിട്ട് സാരിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക്. കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വയ്ക്കുക എന്നുള്ള കാര്യം കമല പറയുന്ന സമയത്ത് ഞാനെന്താ വയസ്സെത്തിയാണോ, എനിക്ക് പച്ചവെള്ളമൊക്കെ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിനുശേഷം വിനയൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്തിനാടാ ഇതൊക്കെ പറയാൻ വേണ്ടി പോയത് എന്നുള്ള കാര്യം ഇങ്ങനെ ആ കിളവി എന്തെല്ലാം ഒപ്പിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ഇങ്ങനെ അറിയാന്നുള്ള കാര്യം ഇങ്ങനെ മാഷ് ഇങ്ങനെ വന്നിട്ട് വിനയനെ വഴക്ക് പറയാണ് കേട്ടോ. അയ്യോ അച്ഛാ, അത് പറയാൻ പാടില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പറയേണ്ടത് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കിളവി ഉടനെ തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ലവ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാം, എന്താ ഓക്കെ എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ആ ശരി മനസ്സിലായി അച്ഛാ, ഞാനത് മെയിൻറ്റെയിൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ചൂടോടുകൂടി അമ്മയ്ക്ക് ഇഡലിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ
തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പുതിനയില ചട്നിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നു. പിന്നെ വേണമെങ്കിൽ ചമ്മന്തിപ്പൊടി ഉണ്ടെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഇഡലിയുടെ കൂടെ കുറച്ച് കോഴിക്കറിയും കൂടി വേണം, അല്ലാണ്ട് നിന്റെ ഈ ചട്നിയൊന്നും കൂട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ. അമ്മ വയസ്സായില്ലേ, ഇനിയെങ്കിലും ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യണ്ടേ, ഉപ്പൊക്കെ കുറയ്ക്കണ്ടേ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണേ. ഞാൻ മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ കഴിക്കുള്ളൂ. നിനക്ക് 60 വയസ്സായപ്പോഴേക്കും ഷുഗർ പ്രഷറൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ വിളവൊന്നും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയേ നീ പറയണ്ട എന്നൊക്കെ ഇങ്ങനെ മാഷിനോട് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചമ്മയ്ക്ക് എന്താ വേണ്ടത്? കോഴിക്കറിയല്ലേ, ഞാൻ പോയി മേടിച്ചോണ്ട് വരാന്നിങ്ങനെ വിക്രം പറയുമ്പോഴേക്കും അതൊന്നും വേണ്ടടാ, രാവിലെ തന്നെ എൻ്റെ കുഞ്ഞിന് വെറുതെ നാട് മുഴുവൻ അലയിപ്പിക്കുന്നില്ല. വേദയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഈ പച്ചപ്പുളിയൊക്കെ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കാൻ അറിയുമോ എന്നിങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ടേ. ഓ അറിയാ അച്ചമ്മേ, എന്നാ പെട്ടെന്ന് തന്നെ പോയിട്ടേ ഉണ്ടാക്കിയിട്ട് വാ, ഇഡലി ചൂടാറുന്നതിന് മുമ്പ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഓക്കെ അച്ചമ്മേ, 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വേദ ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഇങ്ങനെ ഓടി അവിടെ നിന്ന് പോകുന്നുണ്ടേ. അങ്ങനെ വേഗം പോയിട്ട് നല്ല ഉപ്പും പുളിയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി പോലത്തെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ടെൻഷനാവും, ഇതിപ്പോൾ എന്താവും എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച്. കാരണം വേദയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ വേദ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അച്ഛമ്മ അത് കഴിച്ചിട്ട് സൂപ്പറാണെന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കമലയും ശ്രീജയും ഒക്കെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണേ. അങ്ങനെ വേദയോടായിട്ട് പറയുന്നുണ്ട്, ആഹാ എൻ്റെ മോള് നല്ല സൂപ്പറായിട്ട് എന്നേക്കാൾ നന്നായിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇത് നോക്ക് കമലേ, നീ ഉപ്പും മുളകും ഒന്നും ഇടാതെ ഉണ്ടാക്കുന്ന കറിയൊന്നും എനിക്ക് വായി വെച്ച് തിന്നാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യയെ കൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കൂ. എന്താ മനസ്സിലായോടി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഷോക്കടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് കമല മാഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എന്താടി കമലെ, നീ എന്തിനാ അവനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് മാത്രമേ ഇവിടെ നടക്കൂ. അവളുണ്ടാക്കിയ ഭക്ഷണമേ ഇവിടെ എല്ലാവരും കഴിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വേദം ഉണ്ടാക്കി കൊടുത്ത കറി വീണ്ടും ഇങ്ങനെ സ്വാദോടുകൂടി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ ഇതുണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ചേർത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അച്ചമ്മ അത് കടുക് വറക്കാതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാനത് വാങ്ങിയെന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അച്ചമ്മ വീഡിയോ ഇടാറായില്ലേ, മായാസ് കിച്ചൺ, അതിന് ഞാൻ സബ്സ്ക്രൈബറാണ്. അതുകൊണ്ട് അച്ചമ്മയുടെ ഭക്ഷണത്തിൻ്റെ ടെക്നിക്കൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയാണ്, ഓഹോ മോളെൻ്റെ സബ്സ്ക്രൈബറാണോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അതെ എന്നിങ്ങനെ പറയുകയാണെ. ഒരുപാട് സന്തോഷം. അതുമാത്രമല്ല അച്ചമ്മ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇടുന്ന ഫോട്ടോസ് ഇടുന്ന അക്കൗണ്ടുകളെല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും അച്ചമ്മ നല്ല സൂപ്പറായിട്ട് അങ്ങ് പൊങ്ങി ഇങ്ങനെ എത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം, എന്നിട്ട് ഇന്നത്തെ ഫോട്ടോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നീ എൻ്റെ അഡ്മിൻ, ഉറപ്പായിട്ടും ചെയ്യാം അച്ചമ്മ കഴിക്കുന്നു പറഞ്ഞിട്ട് വേദ ഇങ്ങനെ അച്ചമ്മയുടെ കൂടെ നന്നായിട്ടങ്ങ് കൂടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വീണ്ടും അച്ചമ്മയോടായിട്ട് വേദ ചോദിക്കുന്നുണ്ട്, അച്ചമ്മ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇല്ലേ, അത് എവിടെ പോയിട്ട് എടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയാണ്, അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പിക്നിക്ക് പോകുന്ന സമയത്ത് എടുത്തതാണ്. ഇങ്ങനെ പിക്നിക്കൊക്കെ നമ്മൾ ഒരുമിച്ചാണ് പോകാറുണ്ടല്ലോ. അച്ചമ്മ അങ്ങനെയൊക്കെ പോകാറുണ്ടോ? അങ്ങനെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര കഥ പറച്ചിലാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. അപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വേദയും അച്ചമ്മയും നല്ല ഫ്രണ്ട് ആവുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മാഷിനാണെങ്കിൽ നല്ല കലി കയറുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മോന്തയൊക്കെ ചുളുങ്ങിച്ച് ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടക്കേടായിട്ടാണ്. എന്നാൽ ശ്രീജയൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഈ അച്ചമ്മേനെ കയ്യിലെടുക്കാൻ എന്ത് പെട്ടെന്നാണ് വേദയ്ക്ക് സാധിച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ചമ്മയും നമ്മുടെ വേദയും കൂടി ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഭയങ്കര കലക്കുന്നുണ്ട് കേട്ടോ.